കാസ്ബക്കി കോട്ടേജിൽ നിന്ന് ഇറങ്ങി കുറച്ച് തന്നെ ഉള്ളൂ നമുക്ക് ഡ്രൈവ്. ഗിർഗറ്റി ചർച്ചിലേക്ക് നമ്മൾ കയറുകയാണ്. നേരെ ഇവിടെ കയറുക. നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. 2170 മീറ്റർ എബോ സീ ലെവലാണ് ഈ ചർച്ച് ഇരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ സ്നോ മൗണ്ടൻസും താഴെ നിന്ന് കയറി വന്ന ആ വില്ലേജസ് ഒക്കെ ആണ് ഇവിടുന്ന് കാണുന്നത്. കിട്ടില്ല ഒരു വ്യൂ ആണ്. ഇനി നമുക്ക് ഇവിടെ ജൂത്ത വില്ലേജ് കാണാനുണ്ട്. ജൂത്ത വില്ലേജ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് ഒക്കെ എടുത്ത് വൺ ഡേ അവിടെ സ്റ്റേ എടുത്തിട്ടൊക്കെ ചെയ്യണം. എങ്കിലും നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കൊട്ടിക്കലാശമായിട്ടുള്ള സ്നോ മൗണ്ടനിലേക്കുള്ള ഓഫ് റോഡിലേക്ക് പോകും. ജൂത്ത വില്ലേജിലേക്ക് പോകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ജോർജിയൻ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ കുറെ പോയിറ്റ്സിന്റെ ഒക്കെയാണ്. ചെറിയൊരു ജോർജിയൻ തട്ടുകട എന്ന് പറയാം. വേണമെന്നുണ്ടെങ്കിൽ കോഫിക്ക് 5 ജോർജിയൻ ലാറിയാണ്. ജോർജിയ വന്നിട്ട് സ്നോയിൽ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് നമ്മൾ സ്നോയിലേക്ക് പോവുകയാണ്. ഗദോരി സ്കീ മൗണ്ടൻ റിസോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി സ്നോ ആക്ടിവിറ്റീസാണ്.